ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. ആഗോള സമൂഹത്തിന് രാജ്യത്തിന്റെ യഥാർത്ഥ ചിത്രമാണ് പ്രവാസി ഇന്ത്യൻ സമൂഹം പകർന്നു നൽകുന്നതെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഒഡീഷയിൽ ഭുവനേശ്വരിൽ 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനത്തിന്റെ സമാപന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. വിവിധ മേഖലകളിലെ മികവിനുള്ള പ്രവാസി ഭാരതീയ പുരസ്കാരങ്ങളും ചടങ്ങിൽ രാഷ്ട്രപതി സമ്മാനിച്ചു. സർക്കാർ പദ്ധതികൾ പൂർണ്ണമായും ഗുണഭോക്താക്കളിലെത്തണമെന്നും അതാണ് യഥാർത്ഥ സാമൂഹിക നീതിയും മതേതരത്വവുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എല്ലാ പ്രശ്നങ്ങൾക്കും വികസിത ഭാരതത്തിന് മുന്നോടിയായി 2047 പരിഹാരം ഉണ്ടാകണമെന്നും പ്രധാനമന്ത്രി. സംരംഭകനായ നിഖിൽ കാമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. പരിസ്ഥിതി, സ്ത്രീ ശാക്തീകരണം, മനുഷ്യാവകാശം തുടങ്ങിയ വിഷയങ്ങൾക്കായി പോരാടിയ സാമൂഹിക പ്രവർത്തകയാണ് സുഗതകുമാരിയെന്ന് കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ പറഞ്ഞു. കൊല്ലം ആവണീശ്വരം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സുഗത സൂക്ഷ്മവനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ശ്രീ മുരുകൻ. പരിസ്ഥിതി സൌഹൃദമായ പ്രായോഗിക മാർഗങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്നും കേന്ദ്രമന്ത്രി വിദ്യാർത്ഥികളോട് പറഞ്ഞു. തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജിയുടെ സഞ്ചരിക്കുന്ന രോഗനിർണയ പരിശോധനാ യൂണിറ്റ് തിങ്കളാഴ്ച രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സെക്രട്ടേറിയറ്റ് പരിസരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്യും. വൈറൽ രോഗങ്ങളും മറ്റ് പകർച്ചവ്യാധികളും ഉണ്ടാകുമ്പോൾ രോഗബാധിത സ്ഥലങ്ങളിൽ നിന്ന് സാമ്പിൾ ശേഖരണം ക്രമീകരിക്കുന്നതിനും ഉചിതമായ സാഹചര്യങ്ങളിൽ സാമ്പിളുകൾ പരിശോധനാ സൌകര്യത്തിലേക്ക് മാറ്റുന്നതിനും യൂണിറ്റ് സഹായകരമാകും. സർക്കാർ സംവിധാനങ്ങൾ ജനസൌഹൃദമാക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി വീണ ജോർജ്. കരുതലും കൈത്താങ്ങും കോതമംഗലം താലൂക്ക് അദാലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മാധ്യമ മേഖലയെയും മാധ്യമ പ്രവർത്തകരെയും സംരക്ഷിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. മാധ്യമ പ്രവർത്തകരുടെ ആവശ്യങ്ങളെ സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിക്കും. കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന സമിതിയുടെ ഡയറി, കലണ്ടർ എന്നിവ പുറത്തിറക്കി സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഭാവഗായകൻ പി ജയചന്ദ്രന്റെ സംസ്കാരം നാളെ 3 മണിക്ക് ശേഷം വീട്ടുവളപ്പിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും. കലാരാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിലെ പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. മന്ത്രിമാരായ കെ രാജൻ, ആർ ബിന്ദു എന്നിവർ റീത്ത് സമർപ്പിച്ചു. തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിന്റെ എമർജൻസി മെഡിസിൻ വിഭാഗത്തെ ട്രോമ കെയറിന്റെയും പൊള്ളൽ ചികിത്സയുടെയും സെന്റർ ഓഫ് എക്സലൻസായി പ്രഖ്യാപിച്ചു. ഇതു സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് ലഭിച്ചു. ഭാരതീയ വിചാര കേന്ദ്രം സംസ്ഥാന സമ്മേളനത്തിന് മലപ്പുറം തിരൂരിൽ തുടക്കമായി. 3 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിന് സംസ്ഥാന സമിതി യോഗത്തോടെയാണ് തുടക്കമായത്. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നാളെ രാവിലെ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ നിർവഹിക്കും. നിലമ്പൂർ എംഎൽഎ പി വി അൻവർ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു. തൃണമൂൽ നേതാവും എംപിയുമായ അഭിഷേക് ബാനർജിയാണ് പി വി അൻവറിന് പാർട്ടി അംഗത്വം നൽകിയത്. അയർലൻഡിനെതിരായ വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 6 വിക്കറ്റ് ജയം. അയർലൻഡ് ഉയർത്തിയ 238 റൺ വിജയലക്ഷ്യം 34.3 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ മറികടന്നു. 3 മത്സരങ്ങളുള്ള പരമ്പരയിലെ 2ാം മത്സരം ഞായറാഴ്ചയും ഫൈനൽ പോരാട്ടം ഈ മാസം 15-നുമാണ്. നാളെ നടക്കുന്ന എരുമേലി പേട്ടതുള്ളലിനുള്ള അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങൾ എരുമേലിയിലെത്തി. മഹല്ല് മുസ്ലിം ജമാഅത്തിന്റെ ആതിഥേയത്വത്തിൽ വൈകുന്നേരം നടന്ന സൌഹൃദ സംഗമത്തിൽ അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങൾ പങ്കെടുത്തു. തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ പ്രതിവർഷ യാത്രക്കാരുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധനവ്. 2024 ജനുവരി മുതൽ ഡിസംബർ വരെ 49.17 ലക്ഷം പേരാണ് വിമാനത്താവളം വഴി യാത്ര ചെയ്തത്. 2023 ഇതേ കാലയളവിൽ 41.48 ലക്ഷമായിരുന്നു യാത്രക്കാരുടെ എണ്ണം. സ്പേസ് ഡോക്കിംഗിന്റെ തീയതി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തീരുമാനിക്കുമെന്ന് ISRO ചെയർമാൻ എസ് സോമനാഥ്. ഉപഗ്രഹങ്ങൾ സുരക്ഷിതമാണെന്നും വിക്ഷേപണ തീയതി ഉടൻ തീരുമാനിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. നികുതി വിഹിതമായി കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് 1,73,030 കോടി രൂപ അനുവദിച്ചു. കഴിഞ്ഞ വർഷം ഡിസംബറിൽ 89,086 കോടി രൂപയാണ് അനുവദിച്ചിരുന്നത്. പദ്ധതി ചെലവ്, വികസനം, ക്ഷേമ പദ്ധതികൾ എന്നിവയ്ക്കാണ് ഈ മാസം അധിക തുക അനുവദിച്ചിട്ടുള്ളതെന്ന് കേന്ദ്ര ധനമന്ത്രാലയം അറിയിച്ചു. രാജ്യത്ത് ശക്തമായ പ്രതിരോധ വ്യാവസായിക ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിനായി സർക്കാർ പരിഷ്കരണ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. എയ്റോ ഇന്ത്യ 2025 മുന്നോടിയായി ന്യൂഡൽഹിയിൽ നടന്ന അംബാസിഡർമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉത്തർപ്രദേശിൽ തിങ്കളാഴ്ച ആരംഭിക്കുന്ന മഹാകുംഭമേളയ്ക്കുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. മേള നടക്കുന്ന പ്രധാന നദികളുടെ തീരം 12 കിലോമീറ്റർ ചുറ്റളവിൽ സ്നാന ചടങ്ങുകൾക്കായി തയ്യാറാക്കിയിട്ടുണ്ട്.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.